രാജരാജ സോഴൻ. ഇവന്റ് ഇവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത് മെഡ്വെഞ്ചർ ആൻഡ് മെഡിച്ചൂർ കൺസൾട്ടൻസി, ഈ രണ്ട് സ്ഥാപനങ്ങളുടെ 3ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ്. ശരിക്കും ഇന്ന് ഈ വേദിയിൽ നമ്മൾ 3.0 സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കില്ല, അറിയാം, എല്ലാ സ്റ്റുഡൻസിന്റെ ഫേസിലും അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഫേസിലും ഒക്കെ വലിയ സന്തോഷം നമുക്ക് കാണാൻ പറ്റും. ആ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ചില അമ്മമാരെ കരയുന്ന കണ്ടു. അത്തരത്തിലുള്ള ആ ഒരു ഇമോഷന്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വലിയ രീതിയിലുള്ള സന്തോഷം അല്ലെങ്കിൽ പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഇവന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ നമ്മൾ ഈ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ പാർട്ട് അല്ലെങ്കിൽ കോർ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ 3.0 സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും സാർ നേരത്തെ കൗണ്ട് 3,000 കൗണ്ട് എന്ന് പറഞ്ഞു. ഈവൻ ടീച്ചറിനും 2,000 എബോ സ്റ്റുഡൻസ് നമ്മൾ സൈഡിൽ നിന്ന് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട്. അത്രയും സ്റ്റുഡൻസിന് ഈ ഒരു വേദിയിൽ നന്ദി പറയാണ്. ഞാൻ ശില്പനോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വേവലാതി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബിസിനസ്സാണ്, കുറച്ച് റിസ്ക് ഉള്ള ബിസിനസ് ആണെന്നുള്ള വേവലാതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശില്പനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു തമാശ രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൽ കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റോ അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മെയിൻ ഡ്രീം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സർവീസിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ആ ഒരു മോട്ടീവ് മാത്രമാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നയിക്കേണ്ടതെന്ന് സംഭവം പറഞ്ഞത്. അത് അന്ന് ഒരു സ്റ്റുഡൻസ് മന്ത്ലി 1-2 സ്റ്റുഡൻസ് ആണ് ആ സമയത്ത് വന്നിരുന്നത്. 3 വർഷം മുന്നേ ശില്പ ഫ്രീലാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ എബോ 3,000 സ്റ്റുഡൻസ് വരെ എത്തി നിൽക്കുന്ന സമയത്തും ഇപ്പോ നിങ്ങൾ ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രൗഡ് മൊമെന്റ്, ഈ 2,000 ആളുകളുടെയും പ്രൗഡ് മൊമെന്റ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂടെ ചേർത്ത് പറയേണ്ടതാണ് ആൻഡ്രൂ സാറെ, എസ്പെഷ്യലി മെഡ്വെഞ്ചർ ടീം മെഡ്വെഞ്ചർ. നമ്മളെ ഓരോ സമയത്തും നമ്മൾ ബിസിനസ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നല്ല മാന്യമായ ഭാഷയിൽ സാറ് നമ്മളെടുത്ത് കൺസൾട്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ടീം, ടീച്ചറിന്റെ എല്ലാ ടീംസും വളരെ നമ്മുടെ അതേ വിഷൻ കൊണ്ട് മുന്നോട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ വിഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ടീമിന് പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ കൺസൾട്ടിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു എഫേർട്ട് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത്. കൂടെ നിങ്ങളുടെ സപ്പോർട്ടും വലുതാണ്. നമ്മുടെ ബിസിനസ്സിനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വലുതാണ്. നമ്മുടെ സർവീസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആളുകളോടും സപ്പോർട്ട് ചെയ്യാൻ പറയാം. ബാക്കിയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് നിന്നതിന് എസ്പെഷ്യലി ആൻഡ്രൂ സാറാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സപ്പോർട്ടായിട്ട്. ഞാൻ ജസ്റ്റ് തുടങ്ങുക എവിടെ കിട്ടും, എങ്ങനെ പ്രൊസീജിയർ വരുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈമിലാണ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഇത്രയും കാലം ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് സാർ. എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്ത് പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും നന്ദി പറയുന്നു.